എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 27ാമത്തെ ദിവസമാണ്. ഇന്ന് പാരായണം നടത്തേണ്ടത് USA ചാപ്റ്ററാണ്. USA ചാപ്റ്ററിൽ നമുക്കൊരു 10-15ഓളം അംഗങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ സമയത്തിന്റെ ഒരു വ്യത്യാസം ഇതെല്ലാം കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്രാവശ്യം ചാപ്റ്റർ നമ്മുടെ സമയത്തിന്റെ ഒരു ഇത് വന്നിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു സമയം മാറ്റിയത് കൊണ്ടാണോ അത് ഇപ്രാവശ്യം മാറ്റിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. സമയത്തിന്റെ ഒരു ഇത് കൊണ്ട് പലരും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ആദ്യമായി നമുക്ക് ഗുരുസ്മരണയിലേക്ക് കടക്കാം. അതിനായി പ്രിയപ്പെട്ട സരസ്വതി അടുത്ത് ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കർ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവ ശിഖാ താപപാപാസ്യമാനാ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദംഗീ ശംഭോർമൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാഗ്മീകി കോകിലം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗിരുചിഭിർ വശിന്യാദ്യാഭിസ്ത്വാം സഹ ജനനീ സഞ്ജിന്തയതിയഃ തകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർ വാചോഭിർ വാഗ്ദേവീ വകമലമോദ മധുരൈ. രാമ 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 പാഹി മാം രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി. നമ്മുടെ പാരായണം ആരംഭിക്കുന്നത് യുദ്ധകാണ്ഡത്തിലെ അതികായ വധം മുതലാണ്. ആദ്യമായി ഇന്ന് പാരായണം ചെയ്യുവാനായി വാമനേട്ടനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. വാമനേട്ടൻ ആ മൊബൈൽ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കൂ. അപ്പൊ പിന്നെ ആ പ്രശ്നം വരത്തില്ല, ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ജയശങ്കര. ജോഷേട്ട എവിടെ നമ്മുടെ ജോജി? യുദ്ധകാണ്ഡത്തിലെ അതികായ വധം മുതലാണ്
കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും എന്ന് തുടങ്ങുന്ന ഭാഗം മുതൽ. അധികായ അതായത് രാവണ അതിന് മുമ്പ് അല്ലേ? നാരദസ്തുതി കഴിഞ്ഞുള്ളത്. നാരദസ്തുതി കഴിഞ്ഞ് അടുത്ത ഭാഗം തുടങ്ങി തുടങ്ങി ഇടയ്ക്ക് ഞാൻ എടുക്ക സമയത്തല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് വായിക്കും. ഞാൻ ആദ്യമായി ശ്രീമതി രാധാ കെ ബി. അതാണ് ഞാൻ തുടങ്ങി. ജയശങ്കര. ഹരി ഓം ജയശങ്കര. രാവണന്റെ പുറപ്പാടല്ലേ? അതികായവധം. അതായത് കുംഭകർണവധം കഴിഞ്ഞ് നാരദസ്തുതി കഴിഞ്ഞ് അതികായവധം വരും. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറുകെട്ടു ദശാനന എന്ന ഭാഗം മുതലാണ്. എല്ലായിടത്തും ഡിഫറെന്റ് ആയിട്ടുള്ള രാമായണമായിരിക്കുമല്ലോ. അത് പേജ് നമ്പർ പറഞ്ഞാൽ കാര്യമില്ല. നോക്കി വെച്ചിട്ട് ഇരിക്കുന്നവരാരെങ്കിലും അങ്ങ് തുടങ്ങിയാട്ടെ. ഞാൻ കണ്ടു. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ാനുബാഹം ഹൃതചരതനുഷം ബദ്ധ പത്മാസനത്വം പീതം വാസോവസാനം നവകമരദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖകമലമിളല്ലോചനം നിരതാഭം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു. മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ച് ഖിന്നനായോരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു തിശിരസു ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹോരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിടാർ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രുവിക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചെന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെൺവരും ഓർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവൂക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവ് അന്ധകൻ വീട്ടിലാക്കിയിടിനാർ. സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതെല്ലാവരും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചെല്ലുന്ന വീരമോടേറ്റു നിശാചരർ കൊല്ലുന്നിതാ ചുഖവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ വാരണവാജിരഥങ്ങളും കാലാളും ദാരുണമായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായത്. പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലരന്തികെ നൃത്തമാടിത്തുടങ്ങി ബലാൽ രാക്ഷസന്മാരൊക്കെ മരിച്ചതു കണ്ടതി. രൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ
അംഗതൻ മുഷ്ടികൾ കൊണ്ട് അവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്തക്കിനാൻ ദേവാന്തകനും പരിഘവുമായി വന്നു. ദേവേന്ദ്രപുത്രനായോടേറ്റിതു വാരണമേറി മഹാതരവീരനും തേരിലേറി തൃശിരസും അണഞ്ഞിതു മൂവരോടും പൊരുതിയിടിനാൻ അംഗതൻ. ദേവാദികളും പുകട്ടിനാരം നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവന്തകനയും വീരനം നീലൻ മഹോദരൻ തന്നെയും തുരനാകും തൃശിരസൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനോ നേരം ഒന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും ഉന്മത്തനും മരിച്ചാർ. കപിശവത്തമന്മാരോട് അതിസത്വരം വീശ്വൈകവീരൻ അതികായനം നേരമച്ചുങ്ങളായിരം പൊട്ടിയ ധേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച് അർദ്ധമുദ്ധനായി യുദ്ധത്തിനായി ചെറുനാണലി മുട്ടുന്നത്തഞ്ചര ശ്രേഷ്ഠപുത്രനോടടുത്തപ്പോൾ നിൽക്കുരുതാഞ്ഞു ഭയപ്പെട്ടു വാനരർക്ക് വാൽ പൊക്കിച്ച് മണ്ടി തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്ര ചെന്നു ചെറുത്താനവു നേരം ലക്ഷ്മണവാളങ്ങൾ ചെന്നടുക്കും വിധവും തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണവോ ചിന്ത മുഴുത്തേതുമാവതല്ല ഏകമന്തനായി സമുദ്ര നിൽക്കുന്ന നേരം മാരുതദേവനും മനുഷ്യനായി വന്ന് താരകനാം സൗമിത്രയോട് നേടിനാൻ. പണ്ട് വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതുകൊണ്ട് ഇവനേൽക്കയിൽ ആയുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്ത് ഇവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് എന്ന്. ഇന്ദ്രജിത്തനുതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയും രാഘവ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. 6 ബാണമദൃഷഭനും കേസരിച്ചാറും 50 കൂടെ വന്നിട്ടു 10 ശതബലിക്ക് 9 ധൂമ്രനും 10 ഒരിട്ടും പ്രമാദിക്കുമേറ്റത് 10 പുനർ25 ശക്തിചേരനും വേഗദർശിക്കതുപോലെ 40 കൊണ്ടും ദതിമുഖൻ മയ്യലും 42 ഗവാക്ഷനുമേറ്റത് 3 ഗവേനും 5 ശരഭനും 3 ഒരു 4 വെറ്റ് സുമുഖനും ദുർമുഖാനേറ്റ് 24 അമ്പും സമ്മാനമായ 65 കാരനും ജ്യോതിർമുഖൻ 68 പുനരാതംഗമോടെ 50 അഗ്നിവദനനും അംഗതന്മേൽ 75 കൊണ്ടത് തുങ്കനാം ഗിരീവനോട്ടു ശരശതം യുദ്ധം കവികുലനായകന്മാർ 67 കോടിയും വീണത് മുതലേ മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തരം ആവതല്ലേതും ഇതിനൊന്നു നമുക്കൊന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം കൊണ്ട് പറഞ്ഞൊക്കെ തുഷാരാഘവന്മാരെയും മുതാരാഘവന്മാരെയും ഇത് വീട്ടിനാർ. മേഘദാതൻ മഹാവീര്യവസുന്ധരൻ യോഗപക്ഷനായ നിശ്ചലമായതു ലോകവും പൂർണപാതിച്ച ജയത്തിനാൽ ആ കണ്ട മാരിയും ശംഖനാഥം ചെയ്ത് വേഗേൻ ലങ്കയിൽ കുത്തിരുന്നിരുന്ന ലേഖസമൂഹവും മഹീകദാശയ കൈകേയീശനന്തരനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പൊക്കുവാൻ മേലിലാപത്തു ഞാനെന്നോർത്തു പൊർക്കള്ളം കൈവിട്ട് വാങ്ങി നിന്നേടിനാൽ കൊള്ളയും മിന്നിക്കിടക്കുന്നതിന് പ്രാണമുള്ളവരാരെന്നറിയണം എന്നോർത്തു നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറിടും വായുപുത്രനതു നേരം ആരിനെയുള്ളത് ഒരു സഹായത്തിനും ആരായ വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർക്ക് ശാഖാതവരിൽ ആരെന്ന് നോക്കുവാൻ ഏകാകയായി നടക്കുന്ന നേരം അത്ര രാഘവൻ തൻ വിഭീഷണനെ കണ്ടിട്ട് തമ്മിലന്യോന്യമറിഞ്ഞ ദുഃഖം പൂണ്ടത് നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പ്രാതോജ സംഭവനന്തരം ജാമ്പവാൻ സാധന അനുഗ്രഹം കൊണ്ട് മോഹം തീർത്ത് കണ്ണുമിഴിപ്പാനോ
ാഞ്ഞിരിക്കുമ്പോൾ ചെന്നു ഭീഷണൻ ചോദിച്ചിരുന്നിനാൻ, നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായതെങ്കിൽ നീ നീ എന്നെ അറിഞ്ഞീതോ? കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ട് നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഖ്യാതിമരാക്ഷസരാജൻ വിഭീഷണൻ എന്നോ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനിടോ. സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാൻ. ഏറ്റമാകയാൽ മേഘനാഥാത്രമേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെന്തെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയേണമിനി എന്നിയെ ചോദിച്ചതു ഭീഷണൻ അന്നേരം. പാദാത്മജൻ വാത്സല്യമാവരേവരും കേട്ടിച്ചു നീ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ. അടുത്ത ഭാഗം രാധ ചേച്ചി വായിച്ചോളൂ. മ്യൂട്ടാ. കണ്ടില്ലല്ലോ, മ്യൂട്ടാണ്. മ്യൂട്ടാ. ഞാനത് കണ്ടില്ല. ആണോ? എങ്കിൽ അടുത്ത ആളിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ശേഷം അടുത്ത വരാം. ഇതിലേക്ക് നോക്കുമ്പോഴേ ശ്രീ മാനസ് എന്ന് പേര് കാണുന്നുണ്ട്. പാരായണം ചെയ്യാൻ താല്പര്യമുണ്ടോ? മാനസ്. ഇല്ല. വാമനേട്ടൻ വന്നിട്ടുണ്ട്. മാനസ് വായിക്കാൻ താല്പര്യമുണ്ടോ? മാനസ്. ഇല്ല. ആ, അങ്ങനെയെങ്കിൽ അടുത്ത ലീല ചേച്ചി വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ഇതിന് വാദാത്മജനിൽ വാത്സല്യം ഉണ്ടായത് തൊട്ടാണ്. അതെ അതെ അതെ. വാദാത്മജനിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസോമത്രി സുഗ്രീവാംഗദാദികളാ അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ, മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ. സങ്കടമില്ല മറ്റാർക്കുമറിഞ്ഞാലും മാരുതി പുത്രൻ മരിച്ചതേതെന്നാകിൽ മറ്റൊരുമില്ലരൊക്കെ മരിച്ചതിനൊക്കുമോ. സംസാര സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാലാക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാംഭവാൻ. കൂടത്തലയിൽ മുകർന്നു ചൊല്ലിടിനാൽ മേഘനാദാസ്തങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാവുന്നവരാരുമില്ല. നീ എന്നിയേ പോക വേണം. നീ ഹിമവാനെയും കടന്നാകൂല മറ്റു ശൈലത്തോളം കൈലാസ സന്നിധിങ്കൽ ഋഷഭദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങളവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകാരിണി
എന്നോടു പിമ്പോ സന്താനകാരിണി, മൂന്നാമതും നല്ല സുവർണകാരിണി, നാലാമതു ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവിനി സഖേ. രണ്ടോ ശൃംഖങ്ങൾ ഉയർന്നു കാണാമാവ, രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതു. ആദിത്യനോളം വരെയുണ്ടു, നാലിലും വേദസ്വരൂപങ്ങളെന്നു അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു. മാരുതി നന്ദന പോക നീ വൈകാതെ. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്താ തൊഴുതു മഹീന്ദ്ര മേരേടിനാൾ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹീതം കരുത്തോടലറിനാൽ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു. വൈരീഞ്ചമണ്ഡലവും ശങ്കരശൈലവും നേരെ ധരാനദിയും നേരെ നരാനദികളും അളകാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം ചേച്ചി. ഓരോ ഭാഗങ്ങളായിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അടുത്തതായി വേദിയിലേക്ക് ശ്രീമതി അന്നപൂർണേശ്വരി ചേച്ചി. രാധ ചേച്ചി ആ ഭാഗം കണ്ടുപിടിച്ചോ? ജയശങ്കര. ജയശങ്കര. ആനനേമിയുടെ പുറപ്പാട്. മാരുതനന്ദൻ അവിഷരത്തിനെങ്ങോ മാരുതാവേഗേന പോയടറിഞ്ഞോരു ചരവരന്മാ നിശാചരാധീശരോനാടുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാർ. ചിന്താവശനായ മുഹൂർത്താമിരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നോ പുറപ്പെട്ടും രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവരി വിസ്മയം പൂണ്ടവൻ ആപൂർണമോദം തൊഴുതു സന്തസ്തനായി അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാനർപ്പോദയം വരും മുമ്പേ ലഘൂധരം ഇങ്ങഴുന്നള്ളുവാൻ എന്തോരു കാരണം, ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമിതന്നോട് ചൊല്ലിടിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതം ഒക്കെ നിന്നോട് ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാസ്ത്രമേതോ മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നോരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. മെന്നിപ്പരയുമടിപ്പിച്ചിരാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതാനന്ദനവൃഷരത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണാം അതിന്നു നിന്നോടു ഭായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിലംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയം രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര, സാമമാമെന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലോരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞതെന്തോരു ഫലമുള്ളതും.
എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്താജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാങ്കടോ. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജവം നൽകുക. കാനനം തന്നിൽ മുനിവേഷവം പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർപ്പോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രമേ കാന്തേ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനാൻ സർവവിഷയ സംഘങ്ങളും കൈവെട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടു കണ്ടാത്മാന സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമാജാതികളായുള്ള മനുഷ്യാരു ജന്തുക്കളും ദേഹബുദ്ധിന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായ എന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകതാ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിരാശേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ. തന്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാമാവും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരനെ കന്നവളോട് ശുദ്ധനായി വന്നു പുറത്തു കാണുന്നിതോ. തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്യോഹമായ ഗുണവിമോഹത്തിനാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം. അന്നപൂർണേശ്വരി ചേച്ചി വീഡിയോ ഓൺ ചെയ്തില്ലായിരുന്നു. വീഡിയോ ഓൺ ചെയ്ത് പാരായണം ചെയ്താൽ നന്നായിരുന്നേനെ. കാരണം നമ്മളിത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആ ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ്. ദയവായി അത് മനസ്സിലാക്കുമല്ലോ എല്ലാവരും. ശരി, അത് സാരമില്ല. ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അടുത്തതായി രാധചേച്ചിയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബോധസ്വരൂപിയായൊരു ഭാഗം നിർത്തുക. നമസ്തേ. ഹരി ഓം. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിന്നാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിത കാമനായി ധ്യാനനിരതനായി വാഴുകന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യ സ്വബുദ്ധ്യ നിരന്തരം ഹൃൽപത്മകർണി കാമധ്യേ സുവർണ പീഠോൽപലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചന മൈരാവതി തുല്യ പീതാംബരാധരം ഹാരകിരീടകേയുരാം ഗദാംഗുലീ രത്നാഞ്ജിത കുണ്ടല നോപുര ചാരു കടക കടി സൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗത വത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമ രാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു.
ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനി. ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിത ഭാവരൂപം പുരുഷം പരം. നാമരൂപാധിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രം കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി ക്ഷണദാചരനന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവമിതു കൊണ്ട് കിം ഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനതെന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അധ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം. ചെന്നിരുന്നാൻ മുനി വേഷമായി തൽക്ഷണേ കാണായിതാശ്രമം മായാവിരചിതം. നാനാ മുനിജന സേവിതമായതും ശിഷ്യജന പരിചാരക സംയുതം. ഋഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിവിടെയൊരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. വിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമല്ലല്ലി. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു. കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ. ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാടമായ ആശ്രമമത്ശ്രമം. രംഭാപന സഖർജൂരകേരാമാദ്രി സമ്പൂർണമത്യച്ഛത്തോയവാപീയുതം. കാലനേമിത്രിയാമാചരനും തത്ര ശാലയിൽ സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമമ്മാറനുഷ്ഠിച്ചു ചന്ദ്രചൂഡ പ്രസാദം വരുത്തിയിടുവാൻ. ഭക്ത്യ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസ ശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജനഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദം ഇന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചെന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രമാനവനിരീക്ഷതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും മാഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. ഇത്തമാകർണ്യ ചെന്നാൻ കവി പുങ്കവാൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേ ദാഹം അതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചെന്ന നേരത്തുമായ വിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു. ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്തോ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു ആ പീത്തടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നോദ്യായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാനൊരും വെട്ടു നേരത്തു കണ്ണു മിഴിച്ചു കവീന്ദ്രൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം രാധ ചേച്ചി, വളരെ മനോഹരമായി പാരായണം ചെയ്തു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് മാധവേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാക്കി ഭാഗം പാരായണം ചെയ്യുവാനായി. മാധവേട്ടൻ കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. മാധവേട്ടൻ കേൾക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ശ്രീമതി കവിത അശോകിനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
അല്ല, ഇത് എവിടം വരെയാണ് ദേഹം ഉപേക്ഷിച്ച് മേൽപോട്ട് പോയത് തൊട്ടാണോ? അന്ന് ഭയങ്കരിയായ ഉന്നതനായ മഹാകവി വീരനെ എന്ന ആ. ഭാഗത്ത് തിന്നുകള ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉന്നതനായ മഹാകവി വീരനെ തിന്നുകളവാനൊരമ്പെട്ടു നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദ്ദത്ഭുതം. ദിവ്യ വിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചെയ്തോ ഹരാംഗിയാം അപ്സര സ്ത്രീമണി. വാദാത്മജനോട് ചൊന്നാളതു നേരം, നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കവിവര. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതിമേ നാമം മഹാമതേ. മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാക വിഘ്നം വരുത്തിയിടുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാതവംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു, വാനരവീരാ കുശലം ഭവിക്കതേ. പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാങ്കാലനേവി തന്നന്തികേ. ചെന്നവനോടു ചെന്നാനസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. കാലമിനി കളയാതെ വരിക നീ, മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക, ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കപിവരൻ. ഒന്നടിച്ചാനതുകൊണ്ടവനും തഥാ ചെന്നു പൂക്കിടിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധ ഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. ഔഷധവാസ മൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ ഛേണാംഗബിംബം കണക്കെപ്പിടിച്ചവൻ കൊണ്ടുവന്നൻ പോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തീർത്തിടിനാൻ പൺപടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിനെല്ലാവരും. ഉന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലാകിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാനരനിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിൽ തീടിനാനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം കവിത ചേച്ചി. നമ്മൾ പാരായണം ചെയ്യേണ്ട ഭാഗം ഇവിടെ വരെയാണ്. നാളെ മേഘനാഥവധം തുടങ്ങുകയാണ്. വളരെ സന്തോഷം പാരായണം ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തെക്കുറിച്ച് വ്യാഖ്യാനം ചെയ്യുവാനായി നമ്മുടെ മേഘനാഥവധമാണോ അതോ കുംഭനികുംഭവധമാണോ? മേഘനാഥവധം എന്നാണ് കാണുന്നത്, 28-ാം ദിവസം. ഉഷേട്ടത്തിയെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹരി ഓം. നമസ്തേ. ജയശങ്കര. ജയശങ്കര.
ഇന്നലെ കുംഭകർണ വധമായിരുന്നു. കുംഭകർണ വധമൊക്കെ കഴിഞ്ഞു. പ്രധാന ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞു. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ രാവണൻ തന്നെ തോറ്റ് പിന്തിരിഞ്ഞോടിയതാണ്. രാമന്റെ കരുണ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതാണ്. അപ്പൊ കുംഭകർണനെയും വധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇനിയും എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അതീവ, ഇന്നേ വരെ ജീവിതത്തിൽ ഇങ്ങനൊരു തോൽവി ഉണ്ടായിട്ടില്ല. അതീവ ദുഃഖാകുലനായിട്ടിരിക്കുമ്പോ മക്കളൊക്കെ ചെന്ന് പറയുവാണ്. ആരൊക്കെയാണ്? ത്രിശിരസ്, അതികായന്, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ, ഇങ്ങനെ 8 വീരന്മാര് ചെന്ന് പറയാണ്. കുറെ വാനരന്മാരും കുറെ രാക്ഷസന്മാരുമായിട്ട് എന്ന് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് പോകാം, അങ്ങ് ദുഃഖിപ്പതിന് എന്ത് കാരണം, ഞങ്ങൾ ചെന്ന് രിപുക്കളെയൊക്കെ നശിപ്പിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശത്രുക്കളെ കൊണ്ട് അങ്ങേക്ക് ഒരു പീഡ ഉണ്ടാവണ്ട എന്ന് പറഞ്ഞ് ആ 8 പേരും അപ്പം രാവണൻ അവരെ അനുഗ്രഹിച്ചു വിടുകയാണ്. ഇഷ്ടം പോലെ നിങ്ങള് എന്തൊക്കെ ആയുധങ്ങളോ വാഹനങ്ങളോ ഭൂഷണങ്ങളോ എന്ത് വേണമെങ്കിലും ആവശ്യം പോലെ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയുന്നു. വെള്ളം കണക്കെ പരന്ന പടയുമായിട്ടാണ് ഈ 8 പേര് പോകുന്നത്. അത് കണ്ടപ്പോ കല്ലും മലയും കരങ്ങളും ഒക്കെ കണ്ട് ഇവരും ചെല്ലുകയാണ്. ചെല്ലുന്ന കവിവീരന്മാരെയും അവരെ ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കൊല്ലുകയാണ്. അങ്ങനെ അങ്ങനെ വീട് മരിച്ച് ചോര പുഴ ഒഴുകുകയാണ്. കബന്ധങ്ങളൊക്കെ നൃത്തമാടുകയാണ്. അങ്ങനെ ധാരാളം രാക്ഷസരും മരിക്കുന്നത് കണ്ടപ്പോ എന്ത് ചെയ്യുന്നു? നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറത്ത് വരികയാണ് നരാന്തകൻ എന്ന് പറയുന്ന രാക്ഷസൻ. അപ്പൊ അവൻ വന്നിട്ട് അവന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്, അത്രയും ശക്തിമാനാണ്. വരുന്നത് കണ്ടപ്പോ അങ്കദൻ ചെന്ന്, കാരണം ഇവർക്കെല്ലാം ഭയമായിപ്പോയി, കവിവീരന്മാർക്കെല്ലാം ഭയമായിപ്പോയി ഈ നരാന്തകന്റെ വരവ്. അവരെ കൊണ്ട് എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പം അങ്കദൻ ചെല്ലുകയാണ്. അങ്കദൻ ചെന്നിട്ട് അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു കൊന്നു. എന്നിട്ട് പിന്നെ ആ അങ്കദന്റെ നേർക്ക് ദേവാന്തകൻ, മഹോദരൻ, ത്രിശിരസ് എന്നിവർ 3 പേരും കൂടെ ഒന്നിച്ചു ചെല്ലുക. അപ്പൊ ഈ അങ്കദന് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം കാരണം പെട്ടെന്ന് മാരുതിയും നീലനും കൂടെ അങ്കദനെ സഹായിക്കാനായിട്ട് ചെല്ലുന്നു. അപ്പോഴോ ഓരോരുത്തരെ കൊല്ലുന്നതുണ്ട്. മാരുതി കൊന്നിത് ദേവാന്തകനെയും നീലൻ മഹോദരനെയും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു. 2 പേരെ മാരുതിയും ഒരാളെ നീലനും, മഹോദരനെ നീലനും വധിച്ചു കളഞ്ഞു. അങ്ങനെ അവരെല്ലാം വരിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോ അടുത്ത ആൾക്കാർ വരുന്നു. ഋഷഭൻ, മഹാപാർശ്വൻ എന്ന് പറഞ്ഞ അസുരനെ ഋഷഭൻ പിന്നെ കൊല്ലുന്നു. അതുപോലെ മത്തനെയും ഉന്മത്തനെയും കൊല്ലുന്നു. അപ്പോഴാണ് 1000 കുതിരകളെ പൂട്ടിയ തേരില് വരുന്നു രാവണന്റെ മറ്റൊരു മകനായ അതികായൻ. അതികായനെ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല, പേര് പോലെ അതികായൻ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്തു? ലക്ഷ്മണൻ തന്നെ അവനോട് ഏറ്റുമുട്ടാൻ വരുമ്പോ ലക്ഷ്മണനെ എത്ര ബാണങ്ങൾ അയച്ചിട്ടും അവന്റെ ശരീരത്തിലൊന്നും സംഭവിക്കുന്നില്ല, ഇതൊന്നും ഫലം പ്രാപിക്കുന്നില്ല. അപ്പം വായു ഭഗവാൻ നേരിട്ട് മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് വന്ന് ലക്ഷ്മണനോട് പറയുവാണ്, ഇവന് ദേവേന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, ബ്രഹ്മദേവന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ആ ബ്രഹ്മദേവന്റെ അനുഗ്രഹം കാരണം ഇവനൊരു പടച്ചട്ടയുണ്ട്. ഈ പടച്ചട്ട ഇട്ടിരിക്കുന്നതുകൊണ്ട് അവനെ അങ്ങനൊന്നും വധിക്കാൻ, ഇതൊന്നും വധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? പണ്ട് വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ട്, പടച്ചട്ടയുണ്ട്, അതുകൊണ്ട് ബ്രഹ്മാസ്ത്രമേത് ഇവനെ വധിക്കുക എന്ന് വായു ഭഗവാൻ മനുഷ്യരൂപത്തിൽ ചെന്ന് ലക്ഷ്മണനോട് പറയുന്നു. അങ്ങനെ ലക്ഷ്മണൻ ഒരമ്പെയ്ത് അവന്റെ കണ്ഠം മുറിച്ച് കളയുവാണ്. ആ തലഭാഗം എടുത്തുകൊണ്ട് കവിവരന്മാർ സന്തോഷത്തോടെ കൊണ്ടുവന്ന് രാമദേവന്റെ കാൽക്കൽ വെക്കുന്നു. അടുത്തത് അതികായ വധമാണ് കഴിഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ചെന്ന് ചാരന്മാർ ചെന്ന് ദശകണ്ഠനോട് പറയുവാണ്, ഇത്രയും പേരും മരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ എന്തുവാ, മക്കളും തമ്പിമാരും മരുമക്കളും എല്ലാവരും പടനായകന്മാരും മന്ത്രികളും എല്ലാം മരിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുന്ന രാവണൻ സമീപത്തേക്ക് മേഘനാഥൻ ചെല്ലുകയാണ്. മകനായ മേഘനാഥൻ ചെന്നിട്ട്, ഖേദമുണ്ടാകരുത് മാനസേ, ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ പോകാം എന്ന് പറഞ്ഞ്, എന്നാൽ നീ സുഖമേ ജയിച്ചു വരിക എന്ന് പറഞ്ഞ് മകനെ പടയോടുകൂടി
അനുഗ്രഹിച്ച് രാവണൻ വിടുന്നു. അപ്പം മേഘനാഥൻ നേരെ അങ്ങ് യുദ്ധത്തിന് പോവല്ലായിരുന്നു. ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോവാനായിട്ട് നേരെ പോകുന്നത് നികുംഭില എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നികുംഭിലയിൽ ചെന്ന് മഹാദേവനെ ശംഭുപ്രസാദം വരുത്തുവാനായിട്ട് അവിടെ ചെന്നൊരു വലിയ ഹോമം, അതിനുള്ള സംഭാരങ്ങളെല്ലാം ശരിയാക്കിക്കൊണ്ട് എന്തൊക്കെയാണ് അണിയുന്നത്? രക്തനിറത്തിലുള്ള മാലയണിഞ്ഞ്, അതായത് ചുവന്ന മാലയണിഞ്ഞ്, അതുപോലെ തന്നെ ചുവന്ന വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ്, ഗന്ധാനുലേപനങ്ങളൊക്കെ ചാർത്തിക്കൊണ്ട്, ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച് മന്ത്രവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അഗ്നിദേവനെ ജ്വലിപ്പിച്ച് മഹാദേവനായിക്കൊണ്ട് ഹോമം ചെയ്യുന്നു. അങ്ങനെ ഹോമം ചെയ്തപ്പോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം ശസ്ത്രാസ്ത്ര ജാപരഥാദികളൊക്കെ കിട്ടി. കൂടാതെ അന്തർധാന വിദ്യയും കിട്ടി. അങ്ങനെ അതെല്ലാം ഹോമത്തിന് സമാപ്തിയൊക്കെ വരുത്തിക്കൊണ്ട് പോർക്കളത്തിലേക്ക് വരികയാണ്. പിന്നെ രാക്ഷസന്മാരെ അവിടെ മേഘജാലം പൊഴിക്കുന്നത് പോലെ മേഘനാഥൻ വർഷങ്ങൾ പോവുകയാണ്. പാഷാണ പർവ്വതങ്ങളൊക്കെ വലിച്ച് കപിവീരന്മാരെറിയുന്നുണ്ട്. അപ്പോഴെന്ത് ചെയ്തു? രാവണൻ എന്ത് ചെയ്തു? അന്തർധാന വിദ്യ ഉപയോഗിച്ച് മറഞ്ഞു നിന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രങ്ങൾ ചെയ്ത് ഇവരെ എല്ലാം, അത് എത്ര പേരെയാണെന്ന് വമ്പരാം മർക്കടന്മാരുടെ മെയ്യിൽ വന്ന് 50, 100, 200, 500 അമ്പുകൾ കൊണ്ട് പിളർന്നു തെരുതരേന്നാ പറയുന്നത്. അങ്ങനെ 50 ബാണം വിവിധനേറ്റു, 50 മൈന്ദനെ, 5 ഗജനെ, 90 ബാണം നളനെ, അതുപോലെ തന്നെ 90 ബാണം ഗന്ധമാദനനെ, 20 നീലനെ, 30 ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ, 6 പനസനെ, 7 വിനിതനെ, 6 സുഷേണനെ, കുമുദനെ, 6 ബാണം ഋഷഭനെ, കേസരിക്ക്, 10 ശതബലിക്ക്, 9 ധൂമ്രന്, 10 മുരട്ടും പ്രമാധിക്ക്, 10 പുനര് 25 മേറ്റ് ശക്തിയേർ, ഇങ്ങനെ വേഗദർശിക്ക്, ഇങ്ങനെ 40 കൊണ്ട് ദതിമുഖനെ, 42 ഗവാക്ഷനെ, 3 ഗവയനെ, 5 ശരഭനെ, 3 ഒരു 4 സുമുഖനെ, ഇങ്ങനെ പറയുന്നുണ്ട്. അങ്കദന് മേലെ 75 കൊണ്ടു സുഗ്രീവനേറ്റു ശരശതം. ഇങ്ങനെ എല്ലാരും 67 കോടി വാനരന്മാരും സുഗ്രീവൻ ഉൾപ്പെടെ ഈ മേഘനാഥന്റെ അന്തർധാന വിദ്യയിൽ നിന്നുകൊണ്ട്, കാണാൻ പറ്റത്തില്ല മേഘനാഥൻ എവിടാന്ന് അറിഞ്ഞെങ്കിലല്ലേ മേഘനാഥന്റെ നേർക്ക് കുന്നോ മലയോ വല്ലതും എറിയാനോ അല്ലെങ്കിൽ അസ്ത്രങ്ങൾ സുഗ്രീവനോ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ, ലക്ഷ്മണനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അന്തർധാന വിദ്യ കരസ്ഥമാക്കിക്കൊണ്ട് മേഘനാഥൻ എവിടെ നിൽക്കുന്നു എന്ന് ആർക്കും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് മാത്രം കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഇവരെല്ലാം ബോധം കെട്ട് രാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. അങ്ങനെ അവരെ സർവമാന പേരും ബോധരഹിതരായി മേഘനാഥന്റെ അന്തർധാന വിദ്യയിൽ മറഞ്ഞിരുന്ന മേഘനാഥന്റെ ബാണങ്ങളേറ്റ് താഴെ വീണു. അപ്പൊ എല്ലാവരും മരിച്ചെന്നുള്ള സന്തോഷവാനായി മേഘനാഥൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നു പോവുകയാണ്, ലങ്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് വിഭീഷണൻ വരികയാണ്. എല്ലാവരും നമുക്ക് ആ രംഗം കാണാം. 67 കോടി 21 വള്ളം പാട കവിവീരന്മാരാണ് ഇവിടെ മരിച്ചതുപോലെ കിടക്കുന്നത്. ചോര പുഴ പോലെ ഒഴുകുന്നു, കബന്ധങ്ങൾ ഉരുളുന്നു. ഇങ്ങനത്തെ ഒരു ഭീകരമായ മഹാഭാരത യുദ്ധം നടക്കുമ്പം അവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ വർണ്ണിക്കുന്ന ഒരു ഘോരമായ ഒരു അന്തരീക്ഷമുണ്ട്. ഏതാണ്ട് അതിനോടൊക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ കാണുക. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ, ജീവനോടുണ്ടോ എന്നറിയാൻ വേണ്ടി വിഭീഷണൻ ഒരു കാര്യം ചെയ്തിരുന്നു. യുദ്ധമുഖത്ത് നിന്ന് മാറി നിന്നിരുന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും ജീവനോടുണ്ടെങ്കിലല്ലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂന്ന് വിചാരിച്ച് യുദ്ധമുഖത്തേക്ക് വന്നിരുന്നില്ല. അപ്പൊ ആ വിഭീഷണൻ വന്ന് ഇനി ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, ആർക്കെങ്കിലും ജീവനോടെ കിടക്കുന്നുണ്ടെങ്കിൽ രക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ച് വരുമ്പം ആകെ ഒരു അനക്കം കാണുന്നത് ജാമ്പവാന് മാത്രമാണ്. അപ്പം മാരുതിയും ഉണ്ട് ഒരു ഇതുകൊണ്ട്. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാര്, ഒരു കൊള്ളി കമ്പും എടുത്തുകൊണ്ട് ആർക്കെങ്കിലും ജീവൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഹനുമാൻ സ്വാമിയും ഇങ്ങനെ നോക്കി വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ കാണുന്നു. അവർ രണ്ടും കൂടെ പിന്നീട് ജീവനുള്ള ആരെങ്കിലും ഉണ്ടോ ശേഷിക്കുന്നത് എന്ന് നോക്കി പോകുമ്പോൾ ചാകാതെ അവരീതിൽ ആരെന്ന് നോക്കുവാൻ ഇങ്ങനെ നടന്നു അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ജാമ്പവാൻ ഒരു അനക്കം കാണുന്നത്. അപ്പം കണ്ണും ഇരിക്കാനൊന്നും വയ്യാതെ കിടക്കുന്ന ജാമ്പവാനോട് നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ, നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ എന്ന് ചോദിക്കുന്നു. നിനക്ക് ജീവനുണ്ടല്ലോ, നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് വിഭീഷണൻ ചോദിക്കുമ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് പക്ഷെ കണ്ണു തുറക്കാൻ വയ്യ, കാരണം കണ്ണിലെല്ലാം രക്തം തളം കെട്ടി നിൽക്കുക, അതുകൊണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, പക്ഷെ ശബ്ദം കൊണ്ട് ഞാൻ അറിഞ്ഞു നീ വിഭീഷണനാണെന്ന്
എന്ന് പറയുമ്പം ശരിയാണ്. അപ്പം ജാമ്പവാൻ ചോദിക്കുന്നുണ്ട്, ഈ വീണ് കിടക്കുന്നതില് മരിച്ചുപോയി കിടക്കുന്നതിൽ ആരെങ്കിലും മാരുതി മരിച്ചുപോയോ? ജീവനോടെ പുനരെങ്ങാനും ഉണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണം ഇനിയെടോ. അപ്പം വിഭീഷണൻ ചോദിക്കുന്നു, എന്താണ്, വേറെ ആരെയും ചോദിച്ചല്ലോ, വാതാത്മജനിൽ മാത്രം ഇത്രയും വാത്സല്യം ഉണ്ടാവാൻ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോ, മാരുതി ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും, മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ല, ഒക്കെ മരിച്ചതിനൊക്കുമേ എന്നാ പറയുന്നത്. അപ്പം മാരുതി പറയുന്നു, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ദേ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജാമ്പവാനെ പാദ നമസ്കാരം ചെയ്യുന്നു, ഗാഠമായ ആശ്ലേഷം ചെയ്യുന്നു. ജാമ്പവാൻ തിരികെ എന്ന് പറയുന്നു. ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ഹിമവാനെയും കടന്ന് കൈലാസ ശൈലത്തോളം നീ പോണം. അവിടെ ഋഷഭാദ്രിയിലെ ദ്രോണപർവ്വം, അവിടെ ദിവ്യ ഔഷധങ്ങളുണ്ട്. ഏതൊക്കെ? വിശല്യകരണി, സന്ധാനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി. ആ 2 മലകൾ 2 ശൃംഗങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്നതിന്റെ ഇടയിലുള്ള താഴ്വാരത്താണ് ഈ മരുന്നുകള്. ആദിത്യനോളം പ്രഭയുള്ള വേദസ്വരൂപങ്ങൾ തന്നെയാണ് ഈ ഔഷധങ്ങൾ. നീ ഇതേ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്ന് പോയി ഇതെത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് പറയുന്നു. എങ്കിൽ നമുക്കെല്ലാം രക്ഷപ്പെടാം എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് മാരുതി പെട്ടെന്ന് തന്നെ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിലേക്ക് ചാടിക്കേറി ഒരു അചലത്തിന്റെ മേരുവിനോളം വളരുകയാണ് ഹനുമാൻ സ്വാമി. എന്നിട്ട് ലങ്കയും രാക്ഷസരും ഒക്കെ വിറയ്ക്കുന്ന വണ്ണം ഒരു അലറലും കൊടുത്തിട്ട് വായുവേഗേന കുതിച്ചു പോവുകയാണ്. വൈരഞ്ചമണ്ഡവും ശങ്കരശൈലവും ധാരാനദിയും അളകാപുരിയും മേരുഗിരിയും ഋഷഭാദ്രിയും ഒക്കെ കണ്ട് അങ്ങനെ കൈലാസത്തിലേക്ക് ഔഷധത്തിന് മാരുതി പോവുകയാണ്. ഇതൊക്കെ ചാരന്മാർ വഴി അവിടെ രാവണൻ അറിഞ്ഞു. രാവണൻ അറിഞ്ഞപ്പോ നേരെ രാവണൻ ചിന്തിച്ച്, എന്ത് ചെയ്യും ഇപ്പം? ഹനുമാൻ സ്വാമി പോയി മരുന്ന് കൊണ്ടുവന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്ത് ചെയ്യും? നേരെ ചിന്തിച്ചിട്ട് അവിടുന്ന് ആ രാത്രി തന്നെ ഇറങ്ങി കാലനേമി എന്ന് പറയുന്ന രാക്ഷസന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് കാലനേമിയോട് പറയുന്നു, ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നു. അതുകൊണ്ട് നീ പോയി എങ്ങനെങ്കിലും ഹനുമാന് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഹനുമാൻ സ്വാമിക്ക് മാർഗതടസ്സം നടത്തി എങ്ങനെയെങ്കിലും കുറച്ച് താമസം വരുത്തണം. നീ ഒരു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വന്നാലല്ലേ ഇവര് ജീവിച്ചിരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കാലതാമസം ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നീ പോണമെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഒരു തത്വോപദേശത്തെ നൽകുകയാണ് കാലനേമി. ഈ രാവണന് ഒരു തത്വോപദേശത്തെ നൽകുകയാണ്. അതെ, ഇപ്പം വായിച്ചപ്പോ എല്ലാരും മനസ്സിലായിക്കണോ? അത് ഒരുപാടുണ്ട്. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാം എന്നുടെ വാക്ക് കേൾക്കണമേ എന്ന് തുടങ്ങിയിട്ട് ഈ കഥകളെല്ലാം പറയുന്നു. മാരീചനെ പോലെ എനിക്ക് മരിക്കാൻ യാതൊരു വിഷമവും ഇല്ല. പക്ഷെ അതല്ല, ഈ ശ്രീവത്സവക്ഷസം രാമൻ രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദന ഇങ്ങനെ പറഞ്ഞ് ആ രാമനെ തന്നെ നാമരൂപാദിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം എന്ന് വരെയുള്ള ഭാഗം ഇങ്ങനെ. അതായത് എങ്ങനെ ഒരാൾക്ക് സ്വജീവിതത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് രാമനാമത്തെ ജപിച്ചുകൊണ്ട് ഏത് സ്വഭാവം ഇന്നലെ വരെ ഉണ്ടായിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. ഇന്ന് മുതൽ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ആർക്കും ഹൃദയാന്തരാളത്തെ ശുദ്ധമാക്കിക്കൊണ്ട് ആ ധർമാർത്ഥ പുരുഷാർത്ഥങ്ങളെ ധർമാർത്ഥ കാമമോക്ഷങ്ങളാവുന്ന പുരുഷാർത്ഥങ്ങളെ എങ്ങനെ നേടിയെടുക്കാം എന്നും ആ രാമപാദത്തെ അതിനുവേണ്ടി ശരണം പ്രാപിക്കൂ എന്ന് ഉപദേശിക്കുന്നു. ഇത് കേൾക്കുന്ന രാവണന് അതിഭയങ്കരമായ കോപം ഉണ്ടാവുകയാണ്. അപ്പൊ തന്നെ വാള് എടുത്തിട്ട് നിന്നെ ഇപ്പം വെട്ടിക്കളഞ്ഞിട്ടേ ഉള്ളൂ വേറെ കാര്യം എന്ന് പറയുമ്പോൾ, പിന്നത്തെയൊക്കെ പിന്നെ നടക്കട്ടെ, ഇപ്പൊ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലൂ എന്ന് പറയുന്നു. ഈ സമയത്ത് കാലനേമി പറയുന്നു, വേണ്ട എന്നെ വെട്ടിക്കൊല്ലുവൊന്നും വേണ്ട. ഈ രൂക്ഷതഭാവം കൊണ്ട് എന്താണ് ഫലമുള്ളത്? ഒരു പക്ഷേ നീ എന്നെ ഇതിന് നിയോഗിച്ചത് എന്റെ സൽഗതി ഉണ്ടാവാൻ വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് കാലനേമി ഒരു താപസന്റെ വേഷത്തിൽ മായ കൊണ്ട് അവിടെ ഒരു ഹനുമാൻ സ്വാമി വരുന്ന വഴിയില് ദ്രോണാചലത്തിനടുത്ത് ഒരു ആശ്രമമൊക്കെ മായ കൊണ്ടുണ്ടാക്കി കുറെ ശിഷ്യന്മാരെയും ഒക്കെ വെച്ച്, യഥാർത്ഥത്തിൽ ഇതൊരു മുനിയുടെ വളരെ കാലമായിട്ട് തപസ് ചെയ്യുന്ന ഒരു മുനിയും കുറെ ശിഷ്യന്മാരുമുള്ള ഒരു ആശ്രമമാണെന്ന് തോന്നത്തക്കവണ്ണം
അവിടെ പോയിരുന്നു. ഹനുമാൻ സ്വാമി വരുന്ന വഴിയിൽ ഇതുപോലെ കാണുകയാണ്, ഭയങ്കരമായ ദാഹജലം വരുന്നു. അപ്പൊ ഹനുമാൻ സ്വാമി വിചാരിക്കുന്നു, ഞാൻ ഇത്രയും നാളും ഇങ്ങനെ ഒരു ആശ്രമം കണ്ടിട്ടില്ലല്ലോ, ഇവിടെ ഇത് എന്നുണ്ടായി, ആരാണ്, എന്തായാലും ഇവിടെ കയറാം, ഇച്ചിരി വെള്ളവും കുടിക്കാം, ആളിനെ കാണാൻ, നമസ്കരിച്ചിട്ട് പോവുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. ഹനുമാൻ സ്വാമി അവിടേക്ക് കയറുന്നു. ദ്രോണാചലം കണ്ടു, എന്നിട്ട് കയറുന്നു. ഇന്ദ്രയാഗം ദൃഢമന്മാർ അനുഷ്ഠിച്ച് ചന്ദ്രചൂഡ പ്രസാദം വരുത്തുവാനായിട്ട് ഭക്ത്യാ ശിവപൂജയും ചെയ്ത് വാഴുന്ന ആ താപസേന്ദ്രനെ കണ്ട് വീട് നമസ്കാരവും ചെയ്ത് പറയാണ്, രാമദൂതോഹം ഹനുമാന് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു. എനിക്ക് ദാഹം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടോട്ട് കയറിയതാ. ദേഹജലത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ കമണ്ഡലൂരിൽ ജലമുണ്ട്, അത് തരാമെന്ന് പറയുന്നു. ആ ജലം കൊടുക്കുമ്പോൾ പക്വഫലങ്ങളും ഒക്കെ കഴിച്ച് നീ ഇച്ചിരി നേരം വിശ്രമിച്ചിട്ടൊക്കെ പോയാൽ മതിയെന്ന് താപസശ്രേഷ്ഠൻ പറയുന്നു. കാരണം എനിക്ക് ത്രികാലജ്ഞാനിയാ ഞാന്, അതുകൊണ്ട് ഇപ്പൊ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പം എന്താണ് സുവ്യക്തമായിട്ട് ഞാനിത് കാണുകയാണ്. വാനരന്മാരും സുമിത്രാതനയനും മാനമവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്ന് എഴുന്നേറ്റ് എല്ലാവരും, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ആ ബോധക്ഷയമൊക്കെ മാറി എല്ലാവരും എഴുന്നേറ്റു എന്ന് പറയുന്നു. അപ്പം ഈ കമണ്ഡലൂരിലെ ജലം കൊണ്ടൊന്നും എന്റെ ദാഹം മാറിയില്ലല്ലോ എന്ന് പറയുമ്പം ഈ താപസൻ പറയുന്നു, അടുത്തൊരു സരസുണ്ട്, അവിടെ പോയി ജലം കുടിക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു മുനിയെ കൂടെ, ഒരു മുനിയെ കൂടെ വിടുകയാണ്. അപ്പൊ ആ വെള്ളം കുടിക്കാനായിട്ട് ഹനുമാൻ സ്വാമി തുടങ്ങുമ്പോഴത്തേക്ക് വായും പിളർന്നുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ഭക്ഷിക്കാനായി. അപ്പം ഈ താപസൻ പറയുന്നുണ്ട്, വെള്ളം കുടിച്ചിട്ട് തിരിച്ച് ഇവിടെ വരിക, എന്നാൽ മന്ത്രോപദേശം, ആ ഔഷധം കിട്ടാനുള്ള മന്ത്രോപദേശമൊക്കെ ഞാൻ നിനക്ക് നൽകാം എന്നൊക്കെ പറഞ്ഞു. തിരിച്ച് വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പം ആ ഹനുമാൻ സ്വാമിയെ തിന്നാനായിട്ട് ഒരു രാക്ഷസി, മകരി എന്ന രാക്ഷസി ശ്രമിക്കുന്നു. അപ്പം മകരി എന്ന രാക്ഷസിയെ വക്രം പിളർന്ന് വന്ന ആ രാക്ഷസിയെ ഹസ്തങ്ങൾ കൊണ്ട് അങ്ങ് പിളർക്കുകയാണ്, രണ്ടായിട്ട് പിളർന്ന് കൊല്ലുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആ രാക്ഷസി മരണപ്പെട്ട് വീണപ്പോ ഒരു മിന്നൽ പിണർ പോലെ ആകാശത്ത് അവർ മാറി വരികയാണ്. അത് ധന്യമാല എന്നൊരു അപ്സരസ് ആയിരുന്നു. ഒരു മുനിയുടെ ശാപം കാരണമാണ് ഇങ്ങനെ രാക്ഷസിയായി വന്നത്. അന്നൊരു മുനി ഇങ്ങനെ ഈ ആശ്രമത്തിൽ ഇങ്ങനൊരു താപസൻ വരുമെന്നും ഇങ്ങനെ ഹനുമാൻ സ്വാമി ദിവ്യ ഔഷധത്തിന് വരുമെന്നും, അപ്പം ഈ ദുഷ്ടനെ ഇനി നീ പോയി, അപ്പൊ എനിക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ശാപമോക്ഷം കിട്ടുമെന്നും ഹനുമാൻ സ്വാമിയാൽ ശാപമോക്ഷം കിട്ടുമെന്നും ഒക്കെ മുനി ശാപമോക്ഷം തന്നിരുന്നു. അപ്പം നീ ആ മുനി യഥാർത്ഥ താപസനല്ല, രാവണ നിർദ്ദേശം അനുസരിച്ച് വന്ന രാക്ഷസനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ തിരിച്ച് ഹനുമാൻ സ്വാമി ഈ ആശ്രമത്തിൽ വരുമ്പം എന്താ കാലനേമി ചോദിക്കാൻ, എന്താ ഇത്രയും താമസിച്ചത്, മൂലമന്ത്രോപദേശമൊക്കെ ഞാൻ തരാമായിരുന്നല്ലോ, ആ ദിവ്യൌഷധങ്ങൾ കിട്ടാനുള്ളത്, ദക്ഷിണയും അഭിവാദ്യവും ഒക്കെ ചെയ്താട്ട് എളുപ്പമാട്ടെന്ന് പറയുമ്പോൾ ഒറ്റ ദക്ഷിണ കൊടുക്കും. എന്താണ്? മുഷ്ടി കൊണ്ട് ഒറ്റ അടി കൊടുക്കുന്നു. ആ ഒരൊറ്റ അടി കൊണ്ട് തന്നെ കാലനേമി കാലപുരിക്ക് എത്തുകയാണ്. അത് കഴിഞ്ഞ് ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങിയിട്ട് ഋഷഭാദ്രിയിൽ ചെന്നെങ്കിലും ഈ ഔഷധങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ എന്തോ ചെയ്തു, അതിനോടെ തന്നെ ഈ ദ്രോണാചലത്തെ അതുപോലെ പൊക്കിയെടുത്തുകൊണ്ട് ഇനി പോന്ന് രാഘവന്റെ തിരുമുമ്പിൽ കൊണ്ടുവച്ചു. അപ്പൊ ഔഷധത്തിന്റെ അതിലെല്ലാ 4 ദിവ്യ ഔഷധങ്ങൾ നിറഞ്ഞ സസ്യങ്ങളുണ്ടല്ലോ, അതിന്റെ കാറ്റ് തട്ടിയിട്ട് അവരെല്ലാവരും ഉണർന്നെഴുന്നേറ്റ്. അപ്പൊ തന്നെ പക്ഷെ രാത്രിയിൽ മരിച്ച നിശാചരന്മാരൊന്നും എഴുന്നേക്കാൻ പോയില്ല. കാരണം എന്താ? മരിക്കുന്ന രാക്ഷസരെ അവര് സമുദ്രത്തിലോട്ട് തട്ടിയിടുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ ഔഷധത്തിന്റെ കാറ്റ് ഏൽക്കുകയുമില്ല. അതേസമയം ഈ കവിവീരന്മാരെല്ലാം ഇവിടെ കിടക്കുന്നത് കൊണ്ട് അവർക്കെല്ലാവർക്കും ഈ ഔഷധ സസ്യത്തിന്റെ കാറ്റേറ്റ് തന്നെ എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടി. എല്ലാവരും ശോകമെല്ലാം അകന്ന് തെളിഞ്ഞു നിന്നു. ഇത്രയും ഭാഗമായിരുന്നല്ലോ ഇന്ന് പാരായണം ചെയ്തത്. അതെ. ഹരി ഓം നമസ്തേ ജയശങ്കര.
നമുക്ക് ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കാം. എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ. കുംഭകർണനും മരിച്ചു എന്നറിഞ്ഞ് ദുഃഖാർത്തനായ രാവണന്റെ സദസ്സിലേക്ക് വന്ന് ഞങ്ങൾ യുദ്ധത്തിന് പോയി രക്ഷിക്കാം എന്ന് പറയുന്നത് ആരെയാണ്? എത്ര പേരാണ്? 8 പേര്. 8 പേര്. ആ 8 പേരും യുദ്ധത്തിന് പോകുന്നു. യുദ്ധത്തിൽ നരാന്തകനെ ആരാണ് വധിക്കുന്നത്? അങ്കദൻ. അങ്കദൻ. അങ്കദൻ മരിച്ചു കഴിഞ്ഞപ്പോ 3 പേരൊന്നിച്ച് നരാന്തകനെ കൊന്നു കഴിഞ്ഞപ്പോ 3 പേരൊന്നിച്ച് അങ്കദനോട് ഏറ്റുമുട്ടാൻ വരുന്ന ആരൊക്കെയായിരുന്നു? പുസ്തകം നോക്കി പറഞ്ഞു. മഹോദരൻ, നീലൻ, ദേവാന്തകൻ, മഹോദരൻ, ദേവാന്തകൻ, നരാന്തകൻ. ദേവാന്തകനെ വധിച്ചത് ആരായിരുന്നു? അതിൽ തന്നെയുണ്ട്. ദേവാന്തകനെ മാരുതി വധിച്ചു. മഹോദരനെ നീലൻ. ഋഷിരസിനെ അതെ മാരുതി വെട്ടിക്കളഞ്ഞു. മാരുതി കൊന്നത്. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു ശക്തനായ ഒരാൾ വരുന്നുണ്ട്. അവർക്ക് ഈ വാനരന്മാർക്ക് അവരോട് എതിർക്കാൻ പറ്റുന്നില്ല. ആരായിരുന്നു വന്നത്? അതികായനോട് പിന്നെ യുദ്ധത്തിന് ചെല്ലുന്നത് ആരാണ്? ലക്ഷ്മണൻ എന്ത് ചെയ്തിട്ടും അതികായൻ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഉപദേശം കൊടുക്കാൻ ചെല്ലുന്നത് ആരാണ്? ഭഗവാൻ. ഏത് അസ്ത്രം പ്രയോഗിച്ചു കൊല്ലാനാ പറയുന്നത്? അതെ. എന്തുകൊണ്ടാണ് ഈ അതികായനെ വധിക്കാനൊക്കാത്തത്? ലഭിച്ചിരിക്കുന്നതായ പടക്കെട്ടയാണ്. ഇനി ഇവരെല്ലാരും മരിച്ചു എന്നറിയുന്നിട്ട് രാവണനെ സമാധാനിപ്പിച്ച് യുദ്ധത്തിന് പുറപ്പെടുന്നത് ആരാണ്? അല്ല, ഇന്ദ്രജിത്ത്. മേഘനാഥൻ. മേഘനാഥൻ നേരെ യുദ്ധക്കളത്തിലേക്കായിരുന്നോ പോയത്? ശ്രീകുംഭലയിലേക്ക്. ശ്രീകുംഭലയിൽ എന്തിനാ പോയത്? ഹോമത്തിന് ശിവഭഗവാൻ പരമശിവനെ പ്രീതിപ്പെടുത്താനായിട്ട് മേടിക്കാൻ പോയതാണ്. അതെ. അവിടുന്ന് ഹോമത്തിൽ സംപ്രീതനായ പരമശിവൻ മഹാദേവൻ എന്തൊക്കെ ആണ് അസ്ത്രങ്ങളും രസങ്ങളും അസ്ത്രങ്ങളും കൊടുത്തു. പിന്നെ അന്തർധാന വിദ്യ. വളരെ ശരിയാണ്. ആപത്ത് കാലത്ത് വരുമ്പോ ഉപകരിക്കുമല്ലോ എന്ന് കരുതി യുദ്ധമുഖത്ത് നിന്ന് മാറി നിന്നത് ആരായിരുന്നു? വിഭീഷണൻ. അപ്പൊ അവർ ആ മരിച്ച പോലെ കിടക്കുന്നതിൽ ഒരാൾക്ക് ജീവനുണ്ടെന്ന് അവര് കാണുന്നു. ആരായിരുന്നു അത്? ജാംബവാൻ. ജാംബവാൻ എന്താണ് പറയുന്നത്? വിഭീഷണനോട് പറയുന്നത് എന്താണ്? ജാംബവാൻ ചോദിക്കുന്നു, ഹനുമാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും രക്ഷയുണ്ട്. ഹനുമാൻ മരിച്ചു എന്നുണ്ടെങ്കിൽ എല്ലാവരും മരിച്ചതിന് തുല്യമാണ്. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഹനുമാനോട് ജാംബവാൻ എന്താണ് പറയുന്നത്? ഇങ്ങനെ കൈലാസത്തിന്റെ എത്തിയിട്ട് ദിവ്യൌഷധങ്ങളെ കൊണ്ടുവരാനായിരുന്നു പറഞ്ഞത്. ഏതാണ് ദിവ്യൌഷധങ്ങൾ? ഏതൊക്കെയായിരുന്നു? വിശ്വകാരുണി, എല്ലാം വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഇങ്ങനെ ചാരന്മാർ വഴി ഈ വിവരം അറിഞ്ഞ രാവണൻ ആരെയാണ് സമീപിക്കുന്നത്? എന്തിനാ? കാലനേമിയോട് എന്താണ് അഭ്യർത്ഥിച്ചത് അല്ലെങ്കിൽ ആജ്ഞാപിച്ചത്? കാലതാമസം വരുത്താൻ. അതെ, കാലനേമി തത്വോപദേശം നൽകുകയാണ് ചെയ്തത്. തത്വോപദേശം നൽകിയപ്പോ രാവണന് കോപം വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി?
അവനെ വെട്ടിക്കൊല്ലാൻ. വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ വേണ്ടി. ഏത് രൂപത്തിലാണ് കാലനേമി മാരുതിയുടെ മാർഗത്തിലെത്തിയത്? താപസയുടെ ഹനുമാൻ സ്വാമി അവിടെ ചെന്ന് കമണ്ടലൂരിലെ ജലമൊക്കെ കുടിച്ചു കഴിയുമ്പം ദാഹം മാറുന്നില്ല. അപ്പം സരസിലേക്ക് പറഞ്ഞു വിടുമ്പം കാലനേമി എന്താണ് പറയുന്നത്? വെള്ളം കുടിച്ചിട്ട് അപ്പം ദക്ഷിണയും ഒക്കെ തന്നാ മതിയെന്ന് പറയും. അപ്പോ വെള്ളം കുടിക്കാൻ തുടങ്ങുന്ന മാരുതിയെ ഭക്ഷിക്കാനായി വരുന്നത് ആരാണ്? മകരി എന്ന മകരി പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? ധന്യമാല എന്ന അപ്സരസായിരുന്നു. കാലനേമി പിന്നെ താപസനല്ല, രാക്ഷസനാണെന്ന് ഹനുമാൻ സ്വാമിയോട് പറയുന്നത് ആരാണ്? ധന്യമാല. ഏത് പർവ്വതത്തിലാണ് ദിവ്യ ഔഷധങ്ങൾ ഉണ്ടെന്ന് ധന്യമാല ഹനുമാനോട് പറയുന്നത്? ദ്രോണപർവ്വതത്തിൽ. അതാണ് ശരിയായ ഉത്തരം. അതിനോടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇതിലേതാണ് ഈ ദിവ്യ ഔഷധ സസ്യങ്ങളെന്ന് മരങ്ങളെന്ന് അറിയാൻ വയ്യാതെ ഹനുമാൻ സ്വാമി കുന്നോടെടുത്തു കൊണ്ടുവന്ന് ആ രണഭൂമിയിൽ കൊണ്ടുവച്ചു. അതിന്റെ കാറ്റേറ്റ് തന്നെ വാനരന്മാരെല്ലാം രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് രാക്ഷസന്മാർ രക്ഷപ്പെടാതെ പോയത്? എല്ലാ ഉത്തരങ്ങളും വളരെ ശരിയാണ്. എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. വളരെ സന്തോഷം. എല്ലാത്തിനും ഉത്തരം കിട്ടുന്നത് കൊണ്ട് എനിക്കും വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ജയശങ്കര. ഒരു സംശയം വിടാൻ വരട്ടെ? എന്തോ ഒരു സംശയം അറിയാമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ ഈ രാമായണത്തിൽ ഇത് ഈ പർവ്വതത്തെ ഹനുമാൻ സ്വാമി ശ്രീലങ്കയ്ക്ക് കൊണ്ടുവന്നല്ലോ. ഇത് തിരിച്ചു കൊണ്ട് വെക്കുന്നതിനെ കുറിച്ച് എവിടെങ്കിലും ബോധ്യപ്പെടുത്തുന്നുണ്ടോ? രാമായണത്തിൽ തന്നെ പറയുന്നുണ്ടോ? ഉണ്ട്. പറയുന്നുണ്ടോ? അല്ല, എവിടെയാ? ഔഷധത്തിൻ കാറ്റ് തട്ടിയ നേരത്ത് ദോഷമകന്ന് എഴുന്നേറ്റിതെല്ലാവരും മുന്നം ഇരുന്ന വണ്ണം തന്നെയാക്കണം ഇന്ന് തന്നെ ശൈലമില്ലൊരു സംശയം. 2880. വെരി ഗുഡ്. അതാണ് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു ജയശങ്കര. വളരെ സന്തോഷം. വരി ഉൾപ്പെടെ പറഞ്ഞത് വളരെ സന്തോഷം. വളരെ സന്തോഷം. ഹനുമാൻ അഞ്ജനാസൂനോർ വായുപുത്രോ മഹാബല രാമേഷ്ട ഫൽഗുനസഹ പിങ്കാക്ഷോ അമിത വിക്രമ ഉദതീക്രമണശ്ചൈവ സീതാശോക വിനാശന ലക്ഷ്മണ പ്രാണദാതാജ ദശഗ്രീവസ്യ ദർപ്പഃ ദ്വാദശൈതാനി നാമാനി കവീന്ദ്രസ്യ മഹാത്മന ഭക്ത്യാ യുക്താശ്രയോ മർത്യോ ഹനുമന്തം കൃതാഞ്ജലി. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട്, ഇന്ന് ഹനുമാൻ സ്വാമി ഇല്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം മരിച്ചു പോയേനി. രാമരാവണ യുദ്ധം എവിടെ നിന്നേനി? രാമരാജ്യം സ്വപ്നം മാത്രമായി പോയേനി. ജയശങ്കര. 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 ജ്യോതിഷ് ജി ആണോ? സുരേഷ് ജി ആണോ? JK ജി ആണോ? ചേച്ചി എന്തോ ഒരഭിപ്രായം ഒന്ന് പറയാം ചേച്ചി. നമ്മള് ഈ വായിക്കുമ്പോള് ആര് വായിച്ചു കഴിഞ്ഞാലും അതിന്റെ ഹെഡിങ്, അടുത്ത ഭാഗം വായിക്കുമ്പോൾ ഒന്നാമതായി അതിന്റെ ഹെഡിങ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ രണ്ടാമത്, നമ്മൾ ഈ വായിക്കുമ്പോൾ ഈ പുസ്തകം യഥാർത്ഥത്തിൽ മുൻപിൽ വെച്ച് ആ വായിക്കുന്ന ആള് വായിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പം വരികൾ ഏതാന്ന് പെട്ടെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സമയം നഷ്ടമാവത്തില്ല. അപ്പൊ എല്ലാരും ദയവായി ഈ വരികൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു എളുപ്പം ഉണ്ടായിരുന്നു. സമയം പെട്ടെന്ന് തപ്പുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കിയാൽ നന്നായിരുന്നു എല്ലാവരും.
എന്റെ ഒരു എളിമ ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും അഭിപ്രായമാണ് ഞാൻ ഞാൻ പറഞ്ഞത്. അതിനോട് യോജിക്കുന്നു. കാരണം ശരിയാണ്, നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഒരാൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മളും ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് നോക്കിയിരിക്കുക പാരായണം ചെയ്യുന്നുണ്ട്, മനസ്സിലാണ്. കാരണം നമുക്ക് ഇപ്പൊ ഈ പ്രോഗ്രാമിനകത്ത് ഇടയ്ക്ക് നമ്മൾ ആരെങ്കിലും മ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അതുകൊണ്ട് ശ്രദ്ധിക്കും. എന്നാലും നമ്മൾ കൈ വെച്ചിട്ടാണ്, വിരൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ അതെല്ലാവരും അതുപോലെ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം, ആദിശങ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പൊ നമ്മുടെ 26 ദിവസത്തെ വരെയുള്ള നമ്മുടെ രാമായണക്കാറ്റിന്റെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുവരെയുള്ള പരിപാടികൾ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ സുഹൃത്തും സംസ്കൃതം ആയിക്കൊള്ളട്ടെ, ആത്മായനം യാത്രയുടെ, ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അവിടെ കണ്ട് ശേഷം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് പോയി കാണാവുന്നതാണ്. ഓരോ ചാപ്റ്ററിന്റെയും വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്, ഓരോ ദിവസത്തെ ബേസ് വെച്ചിട്ട്. ഇത് ഡേ 16, 25 അല്ലെങ്കിൽ 17, 25 ആ രീതിയിൽ ഇതുവരെ പോയിട്ടുണ്ട്. പിന്നെ 26-ാം തീയതി ഇന്നലത്തെ വരെയുള്ള നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, അത് പ്രോത്സാഹിപ്പിക്കാനകത്ത് എന്താ പറയുക, നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ആ യൂട്യൂബിന്റെ കൂടുതൽ വ്യൂവേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ 350-350ഓളം ആൾക്കാർ അത് ഇത് ചെയ്ത് കഴിഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത് കണ്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ കാര്യങ്ങളും കാണുവാൻ സാധിക്കും. വളരെ സന്തോഷം. എന്തായാലും ഇന്നത്തെ പാരായണവും പ്രശ്നോത്തരിയും വ്യാഖ്യാനവും എല്ലാം വളരെ മനോഹരമായി നടന്നു. നമുക്കിനിയിപ്പോൾ 3-4 ദിവസം കൂടെ ഉള്ളൂ രാമായണക്കാറ്റ്. ഇങ്ങനെ നാളെ 28-ാം ദിവസമായിട്ടുള്ള നാളെ നമ്മുടെ പരിപാടി നടത്തുന്നത് നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷന്റെ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ്. അപ്പൊ അവര് ആക്റ്റീവായിട്ട് മെമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ 500 രൂപ വെച്ച് നമ്മുടെ ഈ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. ആ മെമ്പർഷിപ്പ് എടുത്തവരുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തവരുടെയാണ് മറ്റന്നാളുള്ളത്. അപ്പൊ ഈ 500 രൂപയാണ് നമ്മുടെ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് 1 വർഷത്തേക്കാണ്. ആ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് പുതുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലൈഫ് മെമ്പർഷിപ്പിനാണെങ്കിൽ 5000 രൂപയാണ് ലൈഫ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർ. അപ്പോൾ 50ഓളം പേര് നമ്മുടെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തവരുണ്ട്. താല്പര്യമുള്ളവർക്ക് അങ്ങനെയാവാം. ഇപ്പോൾ ഒരുമിച്ച് തരാൻ പ്രയാസമുള്ളവർക്ക് 500 രൂപ വെച്ച് 10 മാസം അങ്ങനെ തരാവുന്നതാണ്. കാരണം ഇതിനകത്ത് അങ്ങനെയുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പല അംഗങ്ങളും അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ട്. ഇപ്പം എൻ്റെ കൂടെ കേരള നഗറിലുള്ള ഒരു വാർഡ് പോയി 500 രൂപ വെച്ച 10 മാസം നിന്ന ശേഷമാണ് അദ്ദേഹം സ്ഥിരാംഗമായത്. അപ്പോൾ അത് ലൈഫ് മെമ്പർഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കതൊരു പ്രയോജനമായിട്ട് വരും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റൂട്ട് എല്ലാ ഇപ്പൊ 34 ചാപ്റ്ററുകളായിട്ട് നമ്മൾ എന്താ പറയുക, അതിന്റെ വേരുകൾ ഇത് പടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നാളെ നമ്മുടെ കാലടി നമുക്ക് സ്വപ്നങ്ങളുണ്ട്, ആദിശങ്കര ഫൗണ്ടേഷന് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. കാലടിയിൽ അത് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതിലൊക്കെ നിങ്ങളുടെയൊക്കെ പരിപൂർണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, സഹകരണം ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തിയാക്കുവാൻ സാധിക്കും ആചാര്യസ്വാമികളുടെ അനുഗ്രഹത്തോടു കൂടി. വളരെ സന്തോഷം ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കട്ടെ. എല്ലാവർക്കും ജഗദീശന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ലോക സമസ്ത സുനു ഹോന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. നമ്മളിപ്പോ ഈ ഗ്രൂപ്പില് നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷനിൽ ആർക്കെങ്കിലും ചേരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അത് ഞങ്ങളിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ഇതിനകത്ത് ഇങ്ങനെ പർട്ടിക്കുലർ ഇപ്പൊ എന്നെ വേണമെന്നില്ല, സുരേഷ് അങ്ങനെയൊന്നും ഇല്ല. ഇതിനകത്ത് ആരെ കോൺടാക്ട് ചെയ്താലും അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കോർഡിനേറ്റർമാരുണ്ട്, ചീഫ് കോർഡിനേറ്റർമാരുണ്ട്. അവരോടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആരെയും നിങ്ങൾ നിർബന്ധിക്കാറില്ല ഇന്ന് ചെയ്യണം അല്ലെങ്കിൽ ചെയ്തേ മതി, അങ്ങനെയൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ ഒരു ഫൗണ്ടേഷനിലേക്ക് വരാം. നമ്മുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 4 വർഷമായി വളരെ സജീവമായിട്ട് ഞങ്ങൾ ഈ ഒരു ഇതിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ ഒരു അനുഗ്രഹമായി മാറും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ജയശങ്കര. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.